നിങ്ങൾ ഒരു ദിവസമെങ്കിലും നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവിക്കാറുണ്ടോ? ഈ ചോദ്യം വിവാഹം കഴിഞ്ഞ ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. കാരണം നമ്മളൊക്കെ നമ്മളുടെ ഒരു പ്രാരാബ്ധത്തിനിടയ്ക്ക് അല്ലെങ്കിൽ ജീവിതത്തിൻ്റെ ഒരു ഓട്ടപ്പാച്ചിലിനിടയ്ക്ക് നമുക്ക് വേണ്ടിയിട്ട് ജീവിക്കാൻ മറന്നു പോകാറുണ്ട് അല്ലേ? അപ്പം നമ്മൾക്ക് വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ഒരു റിഫ്രഷ്മെൻ്റ് എന്ന് പറഞ്ഞാൽ പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ഞാൻ എൻ്റെ ഈ രണ്ടാമത്തെ കരിയറിൽ സെക്കൻഡ് ഇന്നിങ്സിൽ എടുത്തൊരു തീരുമാനം കൂടിയായിരുന്നു അത്. ഞാൻ എനിക്ക് വേണ്ടിയിട്ട് ഒരു ദിവസമെങ്കിലും മാറ്റി വയ്ക്കും എന്നുള്ളത്. എനിക്കിഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രം ഒരു ദിവസം. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്കിഷ്ടപ്പെട്ട ബുക്ക് സ്റ്റോളിൽ പോയി എനിക്കിഷ്ടപ്പെട്ട ഒരു 4 പുസ്തകങ്ങൾ വാങ്ങിച്ചു. എന്നിട്ട് എനിക്കിഷ്ടമുള്ള അത്രയും സമയം ഇരുന്ന് ഞാൻ വായിച്ചു. എനിക്കിഷ്ടമുള്ള പോലെ ഗാർഡനിൽ ഞാൻ നടന്നു. ഇത്രയൊക്കെയാണ് ഞാൻ ചെയ്തത്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട ഫുഡ് പിസ്സ ഞാൻ വാങ്ങിച്ച് കഴിച്ചു. അപ്പം നിങ്ങൾക്ക് കൂടുതൽ പൈസ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹെയർ സ്പാ പോലുള്ള കാര്യങ്ങൾ ചെയ്യാം, ഫേഷ്യൽ ചെയ്യാം, അതൊക്കെ ചെയ്യാം. എന്നിട്ട് ഞാൻ എനിക്ക് ഇഷ്ടമുള്ള അത്രയും സമയം കിടന്നുറങ്ങി. എനിക്ക് ഇഷ്ടമുള്ള അത്രയും നേരം ഞാൻ ഉണർന്നിരുന്നിട്ട് കിടന്നുറങ്ങി. അപ്പോൾ എന്നിട്ട് പിറ്റേ ദിവസം എഴുന്നേറ്റ് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ടായൊരു റിലാക്സേഷൻ എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ട്രൈ ചെയ്ത് നോക്കി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ഡിഫറൻസ് അറിയാം. പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്കും നിങ്ങൾ കൂടുതൽ പോസിറ്റീവ് ആകും, കൂടുതൽ ഊർജ്ജസ്വലരാകും. അപ്പം ഈ മാസം തൊട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ സാലറീഡ് ആയിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വരുമാനത്തിൽ നിന്നും 1-2 ദിവസത്തെ സാലറി മാറ്റി വെച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചിലവഴിക്കുന്നതിൽ യാതൊരുവിധ ഗിൽറ്റി ഫീലിങ്ങിൻ്റെ ആവശ്യമില്ല. ഇതൊരു പോസിറ്റീവ് മന്ത്രം കൂടിയാണ്.